ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുറന്താളുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആക്റ്റീവ് പാരന്റിങ്ങിന്റെ അടുത്ത സെഷൻ സെൽഫ് കോൺഫിഡൻസ് ഫെസിലിറ്റേറ്റ് റിസ്ക് ടേക്കിംഗ്. ഇവിടെ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്ന് ഒരു റിസ്കുകളൊക്കെ എടുക്കാനുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യത്തേത് കംഫർട്ട് സോൺ മറികടക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ ഭയമില്ലാതെ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം മാതാപിതാക്കൾ കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു സ്റ്റേജിൽ കയറാൻ പേടിയുള്ള അല്ലെങ്കിൽ മടിയുള്ള ഒരു കുഞ്ഞിന് അതിന് കയറുവാനുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കുക. എപ്പോഴും നീ ഒന്നാമത് എത്തണം എന്ന് പറയുന്നതിന് പകരം സാരമില്ല, നീ ഒന്ന് കയറി നോക്ക്, നമുക്ക് അതെങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാലോ എന്ന് പറഞ്ഞ് അവർക്ക് അതിനുള്ളൊരു പ്രോത്സാഹനം കൊടുക്കുക. അടുത്തത് അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ അവരെ തെറ്റുകാരായി അല്ലെങ്കിൽ തോൽവിക്കാരായിട്ട് മുദ്ര കുത്താൻ പോകരുത്. അതുപോലെ തന്നെ ഓടിച്ചെന്ന് അവരെ രക്ഷിക്കാനും ശ്രമിക്കാതെ ആ തെറ്റിന്റെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുത്ത് അതിനുള്ളൊരു പ്രശ്നം അവർ തന്നെ പരിഹരിക്കും എന്ന് അവരിൽ വിശ്വസിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞ് സൈക്കിൾ ഓട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണു. അപ്പോ ഇനി നീ സൈക്കിൾ ഓട്ടിക്കണ്ട, നീ വീഴും എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാതെ സാരമില്ല, നീ ഇനിയും ശ്രമിക്കേ, വീഴ്ചയിൽ നിന്നല്ലേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞ് അതിനൊരു പ്രോത്സാഹനം കൊടുക്കുക. അടുത്ത പോയിന്റ് സ്വന്തമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് അവസരം നൽകുക എന്നുള്ളതാണ്. അതായത് അവരുടെ സാമൂഹിക പ്രശ്നങ്ങൾ, ഇപ്പൊ കൂട്ടുകാരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വഴക്കിട്ടിട്ടൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ അതിൽ രക്ഷകർത്താക്കൾ ഇടപെടാതെ ആ പിണക്കത്തിന്റെ ആ ഒരു വഴക്കിന്റെ കാരണം മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് തന്നെ അവസരം കൊടുക്കുക. ഇപ്പൊ വൈകുന്നേരം കുഞ്ഞ് വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, അമ്മ ആ ഫ്രണ്ടുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞു കേട്ടുടനെ തന്നെ പാരന്റ്സ് മറ്റേ കുട്ടിയുടെ പാരന്റ്സുമായിട്ട് വിളിച്ച് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ നിൽക്കാതെ അവർക്ക് ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള വിഷയം അതങ്ങനെ തീർക്കാനായിട്ട് അവസരം കൊടുക്കുക. അതല്ല അവരെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ മാത്രം രക്ഷകർത്താക്കൾ ഇടപെടാൻ ശ്രമിക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് പെൺകുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ചിട്ടാണ്. സെൽഫ് കോൺഫിഡൻസ് ഉള്ള പെൺകുട്ടിയെ വളർത്താൻ അച്ഛൻ എപ്പോഴും അമ്മയെ തുല്യമായി ബഹുമാനിക്കുന്നത് പെൺകുട്ടികൾ കണ്ടു വളരേണ്ടതുണ്ട്. അതായത് വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അമ്മയുടെ അഭിപ്രായങ്ങൾക്ക് ഒരു പരിഗണന നൽകുന്നത് പെൺകുട്ടികൾ കണ്ടു വളരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ധീര വനിതകളെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞ് അവരുടെ കോൺഫിഡൻസ് കൂട്ടുവാനായിട്ടൊക്കെ ശ്രമിക്കാവുന്നതാണ്. അതുപോലെ വീട്ടിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ അവരെ രണ്ടുപേരെയും ഈക്വലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അപ്പൊ ചുരുക്കത്തിൽ കുട്ടികളെ എല്ലാ കാര്യത്തിലും വിശ്വസിക്കുകയും അവരെ എല്ലാ കാര്യത്തിലും ഒന്നാമതെത്താൻ പറയുന്നതിന് പകരം അവർക്കെല്ലാം ചെയ്യാനുള്ളൊരു അവസരങ്ങൾ കൊടുക്കുക, അതിനുള്ളൊരു പ്രോത്സാഹനം കൊടുക്കാനും ശ്രമിക്കുക. അതോടൊപ്പം വീട്ടിൽ അവർക്ക് ആ ഒരു സുരക്ഷിതത്വം, ആ ഒരു സ്നേഹം അതെല്ലാം കൊടുക്കുന്നത് അവർക്ക് ആ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കാനും ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കൊടുക്കുവാനുള്ള ഒരു ധൈര്യം കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്